പറയുന്നത് നമ്മളൊരു ബാക്ക് പാക്കിംഗ് വീഡിയോ ആണ്. എൻ്റെ വീഡിയോസ് ആണ് ഇതേപോലത്തെ ബാക്ക് പാക്കിങ്. അതൊക്കെ എനിക്ക് നല്ല എക്സൈറ്റ്മെന്റ് ആണ്. എനിക്കതൊക്കെ ചെയ്യാനും. അപ്പോൾ നമ്മൾ ഇതൊക്കെയാണ്, ഇത്രയും സാധനങ്ങളാണ് എൻ്റെ ബാഗിൽ ഫസ്റ്റ് ഡേ കൊണ്ടുവന്നത്. എൻ്റെ സ്കൂള് എന്നാ തുറക്കുന്നതെന്ന് എല്ലാവരും ചോദിക്കുന്നുണ്ടായിരിക്കും. പലവരും മെസ്സേജ് ഇടാറുണ്ടായിരിക്കും. എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്കൂള് തുറക്കുന്നത് ജൂൺ 2-ാം തീയതിയാണ്. അപ്പം അതിനുള്ള പ്രിപ്പറേഷൻ ഇന്നേ ചെയ്ത് വെച്ചാൽ പിന്നെ നമുക്ക് സൺഡേ ഒന്നും അധികം പിടച്ചടിക്കണ്ട, അല്ലേ അമ്മ? അപ്പോൾ നമ്മൾ വിചാരിക്കും എല്ലാവരും കമൻറ്റ് ചെയ്താൽ അത് തന്നെയാണ്. അപ്പം എന്താണെന്ന് വെച്ചാൽ എൻ്റെ സ്കൂൾ തുറക്കുന്നത് ജൂൺ 2-ാം തീയതി. അതിന് ഇപ്പോഴേ പ്രിപ്പറേഷൻ ചെയ്ത് വയ്ക്കുകയാണ് നമ്മൾ. പിന്നെ അപ്പോഴൊരു ഹറിബറി ആവണ്ട. അമ്മയുടെ ഒരു വീഡിയോയില് അപ്പം എന്താ അമ്മ വീഡിയോയിൽ പറഞ്ഞ ഡയലോഗ് ഞാനിങ്ങോട്ട് അല്ലേ അമ്മ? ഒരു വീഡിയോ അടുത്തത് വരുന്നുണ്ട്, അതുകൊണ്ടാണ് അതിൻ്റെ വീഡിയോൻ്റെ ഇതാണ് ഇത്. അതൊക്കെ എനിക്ക് എല്ലാവരും ചോദിക്കുന്ന ചോദ്യം. അതിപ്പോൾ വാട്സാപ്പിലായാലും ഇപ്പോൾ കമൻറ്റ് ബോക്സിലായാലും അതൊക്കെ ആയിരിക്കും ചോദിക്കുന്നത്, എല്ലാവരുടെയും ചോദ്യം. അപ്പോൾ ഇത്രയും സാധനമാണ് നമ്മൾ കൊണ്ടുപോകാൻ പോകുന്ന ഫസ്റ്റ് ഡേ കൊണ്ടുപോകാൻ പോകുന്ന സാധനങ്ങൾ. പിന്നെ ലാസ്റ്റ് എൻ്റെ ഒരു ചെരുപ്പ് കാണിക്കുന്നുണ്ട്, പുതിയത് വാങ്ങിച്ചത് പറയുന്നത്, അത് കാണിക്കാം. അപ്പോൾ നമുക്ക് ബാഗ് പാക്ക് ചെയ്യാം, അല്ലേ അമ്മ? ബാഗ് പാക്ക് ചെയ്ത് തുടങ്ങാം. അപ്പം നമ്മുടെ ആദ്യം എന്താണ്? അപ്പോൾ ആദ്യം നമ്മൾ ഒരു റഫ് ബുക്ക്. ഫസ്റ്റ് ഡേ നമുക്ക് അധികം സബ്ജക്ട്സോ അങ്ങനെ ഒന്നും കാണത്തില്ല, അതുകൊണ്ട് ഒരു റഫ് ബുക്ക് വെച്ചിട്ടുണ്ട്. കണ്ടോ? ഈ ഒരു റഫ് ബുക്ക് എടുക്കുന്നുണ്ട്. പിന്നെ അടുത്തെന്ന് പറയുന്നത് ബോക്സ്. ഇത് ഞാൻ കാണിച്ചു തരുന്നു ബാക്ക് ടു സ്കൂൾ ഐറ്റംസ് കാണിക്കുന്ന ദിവസം. എൻ്റെ ഇവിടെ ഒരു സ്കെയിൽ വയ്ക്കാൻ. സ്കെയിൽ അവിടെ ഓൾറെഡി ഫ്രീ കിട്ടിയതാണ് കേട്ടോ. ഫ്രീ ആണോ അതോ അതിൻ്റെ കൂടെ പൈസ എടുത്തോ നടക്കട്ടെ, അല്ലേ അമ്മ? എല്ലാത്തിനും അല്ലേ അമ്മ ശീലമായി വേണ്ടേ. ഇപ്പൊ നമ്മുടെ ഈ ഒരു എന്താണ് സ്കെയിൽ വെച്ചിട്ടുണ്ട്. നേരത്തെന്ന് പറയുന്നത് ഈ ഒരു കത്തി നമ്മളൊരു കട്ടർ, അപ്സരയിൽ ഒരു കട്ടർ വെച്ചിട്ടുണ്ട്. പിന്നെ ഇതാണ് നമ്മുടെ ക്യൂബിൻ്റെ ഇറേസർ. ഞാൻ ഉപയോഗിച്ചിട്ടില്ല. കടിച്ച് തിന്നോ അത്? ഇല്ല കടിച്ച് തിന്നാനൊക്കെ തോന്നുന്നുണ്ട്. അപ്പൊ നമുക്ക് അടുത്തെന്ന് പറയുന്നത് ഇതിനകത്ത് പെൻസിൽ വെക്കാവേ. ഞാൻ ഈ പ്രാവശ്യം എടുത്തേക്കുന്നത് ഈ പെൻസിലാണ്. കഴിഞ്ഞ പ്രാവശ്യം എൻ്റെ പേരുള്ള പെൻസിലായിരുന്നു. നെയിം സ്ലിപ്പ് കാണിച്ചു തരാവേ ഇന്നത്തെ വീഡിയോയില്. ഇതിന്റെ ബാക്ക് ഭാഗത്ത് ഇങ്ങനെ ഒരു സംഭവം ഉണ്ട് കേട്ടോ, അവിടെ തുറക്കാൻ പറ്റും. ഇതൊരു റേസർ ബാക്ക് വരുന്ന ഒരു ടൈപ്പ് ഇറേസറും ഉണ്ട്, പെൻസിലും ഉണ്ട്. അപ്പൊ ഞാൻ ഇതിന്റെ പിങ്ക് നോക്കിയെടുക്കട്ടെ. അപ്പൊ നമ്മൾക്ക് പിങ്ക് നോക്കിയെടുക്കാം. അയ്യോ അതാണ് പിങ്ക് കിട്ടുന്നില്ല കേസ്. ഉണ്ട്, 2 പിങ്ക് കിട്ടിയിട്ടുണ്ട്. അപ്പൊ ഇത് നമുക്ക് ഫസ്റ്റ് ഡേയിൽ കൊണ്ടുപോകാം. 2 പിങ്ക് കൊണ്ടുവന്നോ? ഇനി പിങ്ക് ഉണ്ടോ നോക്കട്ടെ. വേണ്ട ഇല്ല എടുക്കുന്നില്ല. ഉണ്ടോ നോക്കട്ടെ. ഇല്ല, ഇനി ഓറഞ്ച് മാത്രമേ ഉള്ളൂ. 2 വീതോ എല്ലാ കളറും ഇതിനകത്ത് തന്നിരിക്കുന്നത്. അപ്പോൾ ഇത് നമുക്ക് ഇങ്ങോട്ട് വയ്ക്കാം. 2 പെൻസിൽ ഇതിനകത്തോട്ട് കണക്ട് ചെയ്ത് വയ്ക്കാം. ശരി നല്ലൊരു ഇത് കേൾക്കാൻ ഇച്ചിരി പാടാണ്, ഒരു സൗണ്ട് വയ്ക്കും. എന്താ അപ്പം നമുക്ക് ബോക്സ് എന്ത് ചെയ്തിട്ടുണ്ടമ്മ? എന്തായിട്ടുണ്ട്? സെറ്റായി. ഞാൻ പറഞ്ഞ അതേ ഡയലോഗ് പറഞ്ഞു. ഇനി അടുത്തെന്ന് പറയാം സ്നാക്സ് ബോക്സ്. ഫസ്റ്റ് ഡേ കൊണ്ടുപോകണമെങ്കിൽ ടീച്ചർ പറയും. ഞാൻ വെറുതെ വച്ചിരുന്നതാണ്, മെസ്സേജ് ഒന്നും വന്നിട്ടില്ല. സ്കൂൾ തുറക്കുന്ന അതിൻ്റെ മെസ്സേജ്. പിന്നെ ഒരു ക്രയോൺ വന്നിട്ടുണ്ട്. ക്രയോൺ എന്തിനാ കൊണ്ടുപോകണേ ഫസ്റ്റ് ഡേ? എന്തെങ്കിലും ഡ്രോയിങ് ടീച്ചർ പറഞ്ഞാലോ ഫസ്റ്റ് ഡേ അല്ലേ. ഇത് ബാഗ്. ഇത്രയും സാധനങ്ങൾ, കുറച്ച് സാധനങ്ങളെ ഞാൻ പറ്റുന്നുള്ളൂ. നിങ്ങൾ എത്ര സാധനങ്ങളൊക്കെയാണ് കൊണ്ടുവന്നതെന്ന് കമൻറ്റ് ചെയ്യുക. അപ്പോൾ ഇവിടെ ഫസ്റ്റ് ഈ ഒരു സ്പേസ് ഉണ്ട്. അപ്പോൾ ആ സ്പേസിൽ നമുക്ക് ബോക്സും പിന്നെ നമ്മുടെ ലഞ്ച് കിറ്റിലാണ് വയ്ക്കുന്നത്. അത് നമ്മൾ കാണിക്കുന്നില്ല. ലഞ്ച് കിറ്റൊക്കെ അപ്പോഴേ നമ്മൾ എടുത്ത് വയ്ക്കും. ലഞ്ചൊക്കെ ആക്കി സ്നാക്സൊക്കെ ചെയ്ത്. ഇപ്പം ഞാൻ ഇത് വെച്ചിട്ടുണ്ട്. ലഞ്ചിന് എന്തോ കൊണ്ടുപോകാൻ വേണം ഫസ്റ്റ് ഡേ? അപ്പോ രാവിലെ കഴിക്കാൻ, ഉച്ചക്ക് അപ്പം, ഉച്ചക്ക് അപ്പം, 2 അപ്പം. ചോറ് കൊണ്ടുപോയാൽ മതി. എനിക്ക് ചോറ്
ചോറിന് എന്തൊക്കെ കറി വേണം? ചോറിന് എന്തെങ്കിലും കറി. ഇന്ന് ഞാൻ എന്താ വെച്ചാൽ കഴിച്ചെന്ന് പറയുമ്പോൾ നല്ല കപ്പയായിരുന്നു കേട്ടോ. കപ്പ കൊള്ളായിരുന്നോ? ഇതിനകത്ത് പറയുന്നത് 13 ഷെയ്ഡ്സ്. ഒന്ന് ഫ്രീ ആണ്, സിൽവർ കളർ. ഒരു കളർ ഫ്രീ ആണ്, സിൽവർ. പൊട്ടിക്കോ? അതങ്ങോട്ട് കയറി ഇരിക്കുന്നില്ല. അപ്പോൾ നമുക്ക് ഇവിടോട്ട് നമ്മുടെ അധികം പൊട്ടില്ലല്ലോ, ഞങ്ങൾക്കിപ്പോൾ ഒരു വലിയ സൗണ്ട് കേൾക്കുന്നു. ഇതും കൂടെ വച്ചേക്കാം. നിങ്ങൾ കുടയോ അങ്ങനെ വല്ലതും കൊണ്ടുപോകുന്നുണ്ടെങ്കിൽ ഇതേപോലത്തെ സൈഡിൽ വയ്ക്കാവുന്നതാണ്. ഞാൻ കുടയൊന്നും കൊണ്ടുപോകില്ല, കാരണം ഞാൻ ബസ്സിലാണ് പോകാറുള്ളത്. അത് സ്കൂളിൻ്റെ ഫ്രണ്ട് തന്നെ കൊണ്ടെത്തിക്കും, അതുകൊണ്ട് കുഴപ്പമില്ല. അല്ലേ അമ്മ? അമ്മ എന്താ ഇടാതിരിക്കുന്നേ? അല്ലേമ്മ എന്ന് ചോദിക്കുമ്പോൾ മറുപടി പറഞ്ഞാൽ പോരെ. അപ്പൊ ഇത് നമ്മുടെ ബാഗ്. എൻ്റെ ബാഗ് ഇവിടെ ഇപ്പൊ സെറ്റ് ആയി കിട്ടിയിട്ടുണ്ട്. എന്റെ ബാഗ് എങ്ങനെ ഉണ്ടെന്ന് കമന്റ് ചെയ്യണേ. കാണാൻ വയ്യ. ആണ് കണ്ടു. ഇതാണ് എന്റെ ബാഗ്. ഞാൻ ഇപ്പൊ ഒന്ന് തൂക്കി കാണിച്ചു തരട്ടെ. ഞാൻ ഇങ്ങനെ തൂക്കാം. അമ്മേ, എന്റെ കൈയൊക്കെ കയറാൻ പാടാണ്ട്. അത് ടൈറ്റ് ആക്കി ഇട്ടേക്കോടെ. പിറകോട്ട് പോകും മോളെ. ബാഗൊക്കെ തൂക്കുന്നേ. നിങ്ങൾക്ക് എങ്ങനെ ഇഷ്ടപ്പെട്ടെന്നൊക്കെ ഈ സാധനങ്ങളൊക്കെ ഞാൻ ഫസ്റ്റ് ഡേ കൊണ്ടുവന്ന ബോക്സും കാര്യങ്ങളൊക്കെ ഇഷ്ടപ്പെട്ടാണ് കമൻറ്റ് ചെയ്യുക. നെയിം സ്ലിപ്പ് കളിക്കാം മറന്നുപോയി. നമുക്ക് കിച്ചു എത്താത്ത സ്ഥലത്തെങ്ങാനും വയ്ക്കണേ. അപ്പം ഞാൻ നെയിം സ്ലിപ്പ് എടുത്തിട്ട് വരാം. നെയിം സ്ലിപ്പ് എന്ന് പറയുന്നത് ഇത് നല്ല ഒട്ടിപ്പൊക്കെ ഉണ്ട് കേട്ടോ. തുറന്ന് നോക്കാം. നമുക്ക് എഴുതാൻ പറ്റുന്ന ടൈപ്പ് സ്റ്റിക്കേഴ്സും ഇതിൻ്റെ കൂട്ടത്തിൽ തന്നെ വരുന്നുണ്ട്. കഴിഞ്ഞ പ്രാവശ്യം എനിക്ക് ഇങ്ങനത്തെ ഒരു ഇത് ടാഡ കമ്പനിയിൽ നിന്നായിരുന്നു കേട്ടോ. ടാഡ നല്ല ആപ്പാണ്, ആ ഒരു കമ്പനി നല്ലൊരു കമ്പനിയാണ് കേട്ടോ. അത് നല്ലോണം. അതേപോലെ തന്നെയാണ് ഇതും. ഇത് മാമി ഏതോ ഒരു ഫ്രണ്ടിൻ്റെ അടുത്ത് പറഞ്ഞ് ചീപ്പിച്ചാണ്. അതെ, ഇതേപോലത്തെ 4 ഷീറ്റ്സ് ഉണ്ട്. ഒന്നെന്ന് പറയുന്നത് ഞങ്ങൾ രണ്ടുപേരും ഇരട്ടകളെ പോലെ ഇരിക്കുന്നു. ഒരേപോലെ മുട്ടയടിക്കാൻ തമിഴ്നാട്ടിൽ പോയായിരുന്നു, ആ സമയത്തുള്ളതായിരുന്നു കേട്ടോ ഈ ഒരു ഫോട്ടോ. അതിന് അപ്പം അടുത്തതെന്ന് പറയുന്നത് ഇതേ ഫോട്ടോ തന്നെ വേറൊരു പാറ്റേൺ കളറിലാണ് വരുന്നത്. ഇത് എനിക്ക് ഈ 2 കളറും ഇഷ്ടമുള്ള കളറാണ് കേട്ടോ, പിങ്ക്. അപ്പം ഇനി അടുത്തതെന്ന് പറയുന്നത് ഞങ്ങൾ ക്രിസ്മസിൽ ഒരുങ്ങി തന്നെയാണ് കേട്ടോ. ക്രിസ്മസിൽ തന്നെയാണ്. ഇവിടെ നിങ്ങളിപ്പോൾ വിചാരിക്കും ഇതെന്താണ് സംഭവം, ഈ ഒരു കോളം. ഇത് നമുക്ക് എന്ത് സബ്ജക്റ്റ് എന്ന് വെച്ചാൽ അത് ചെയ്യാം. ഇത് കുറേ ഉണ്ട് കേട്ടോ. അടുത്ത വർഷം വരെ വേണമെങ്കിൽ കാണും. 100 എത്രാണ്ട് ഉണ്ട് അല്ലേ അമ്മ? അല്ലേ അമ്മ വീട്ടിലല്ലോ, അമ്മേനെ പറഞ്ഞേ അല്ലേ അമ്മ ചോദിച്ചിട്ടുണ്ടോന്ന്. നടക്കണ്ടോ അടുത്ത് ഇതേപോലെ 2-3 മിക്സ്ഡ് ആക്കി. അപ്പൊ നമുക്കിതൊന്ന് മടക്കി വെക്കാവേ. കണ്ടോ, ഇവിടെ നമുക്ക് പല സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. ഇതേപോലത്തെ കുഞ്ഞു കണ്ടോ, ഇതേപോലത്തെ സ്റ്റിക്കേഴ്സ് വരുന്നുണ്ട്. അപ്പോൾ ഇത് ഫുള്ള് സ്റ്റിക്കർ പോലത്തെ പാറ്റേൺ ആണ് വരുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ നമുക്ക് എന്തോ ഒരു കമ്പനിയാണ് ഇതിൻ്റെ കമ്പനി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെങ്കിൽ കമൻറ്റ് ചെയ്യുക താഴെ. അപ്പം ഞാൻ ഇത് കൊണ്ട് വെച്ചിട്ട് എൻ്റെ ചെരുപ്പ് എടുത്തോണ്ട് വരും കേട്ടോ. എങ്ങനെയുണ്ടെന്ന് കമൻറ്റ് ചെയ്യാം. ചെരുപ്പുണ്ടോ? ചെരുപ്പുണ്ട്, പുറത്ത് വന്ന് എൻ്റെ വീട്ടിലിടുന്നുണ്ട്. ഇത്ര നാളെ എനിക്ക് വീട്ടിലിടാൻ ചെരുപ്പില്ലായിരുന്നു. എൻ്റെ വീട്ടിലിരുന്ന ചെരുപ്പെന്ന് പറയുന്നത് ചെറുതായിപ്പോയി. അതുകൊണ്ട് തന്നെ നമ്മളൊരു പുതിയ ചെരുപ്പ് അച്ഛന് വാങ്ങിച്ചുകൊണ്ട് വന്നായിരുന്നു. അതേപോലെ തന്നെ പുറത്ത് പോയി ഇടുന്ന ഞാൻ ആദ്യത്തെ ദിവസം ആ ചെരുപ്പായിട്ട് ഇട്ടുകൊണ്ട് പോകുന്നത്. നാളെ ഡാൻസ് ഉണ്ട് എനിക്ക്, അപ്പം ആ ചെരുപ്പ് ഇട്ടുകൊണ്ട് പോകുന്നില്ല കേട്ടോ. എൻ്റെ സാധാരണ ഇടുന്ന ചെരുപ്പ് തന്നെയാണ് ഇട്ടുകൊണ്ട് പോകുന്നത്. കാരണം എന്താണെന്ന് വെച്ചാൽ ആ പുതിയ ചെരുപ്പ് ആദ്യമായിട്ട് സ്കൂളിൽ സംഭവമായിട്ട് നമ്മൾ കൊണ്ടുപോകും. ഇതെല്ലാം പുതിയതാണെങ്കിൽ അതും ഒരു ചെറിയ പുതിയതാക്കണ്ടല്ലേ അമ്മ? അല്ലേ അല്ലേ അമ്മ? അല്ലേ കൂട്ടുകാരെ? എന്റെ കോമഡിയൊക്കെ നിങ്ങൾക്ക് ഇഷ്ടമാണെന്ന് വിചാരിക്കുന്നു. അപ്പം ഞാൻ ഇത് കൊണ്ടുപോയി അലമാരി വെച്ചിട്ട് ചെരുപ്പ് എടുത്തോണ്ട് വരാം. എൻ്റെ ചെരുപ്പ് എന്ന് പറയുന്നത് ഒരു കാറ് പോലെയാണ്
ലൈവ് എന്ന് എഴുതിയിട്ടുണ്ട്. 13 കേട്ടോ സൈസ് എന്ന് പറയുന്നത്. പണ്ടൊക്കെ 12, 11 ആയിരുന്നു. അതുകൊണ്ടാണ് ചിരിപ്പീസ് ഉള്ളത്. അതിനകത്ത് ഇപ്പം എന്താണ് സൈസ് പോലും അറിയാൻ പറ്റുന്നില്ല. ബാക്കി നോക്കുമ്പോൾ ഫുള്ള് മൈൻഡ് കിടക്കുമായിരുന്നു കേട്ടോ. എനിക്കറിയാൻ വയ്യ. ഇച്ചിരി നാളുകൊണ്ട് അതാണ് ഞാൻ ഉപയോഗിക്കുന്നത്. അതുകൊണ്ടാണ് കണ്ടോ നല്ലൊരു പച്ച കളറ്. ഇതേപോലത്തെ സംഭവമാണ് വീട്ടിടാൻ ഞാൻ ഉപയോഗിക്കാറുണ്ട്. അപ്പോൾ നമുക്ക് അപ്പോൾ നമ്മൾ ഇതാണ് ചെരുപ്പെന്ന് പറയുന്നത്. ഇനി നമുക്ക് പുതിയതായിട്ട് നമ്മുടെ സ്കൂളിൽ ഇതെല്ലാം പുതിയതാണെങ്കിൽ അതും പുതിയതാക്കണം. അതേപോലെ അച്ഛൻ വാങ്ങിച്ചുകൊണ്ട് നിൽക്കുന്നു. അപ്പോൾ നമുക്ക് അത് കാണാം അല്ലേ. ഒരു അടിപൊളി ചെരുപ്പാണ് കേട്ടോ. അപ്പോൾ നമുക്ക് അതെടുത്തുകൊണ്ട് വരാം. ഇതാണ് ചെരുപ്പ് എന്ന് പറയുന്നത്. എനിക്ക് നല്ലോണം ഇഷ്ടപ്പെട്ടു കേട്ടോ. ഈ ഒരു ഗോൾഡ് പാറ്റേൺ ഒക്കെയാണ് വരുന്നത്. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടോന്ന് കമന്റ് ചെയ്യാം കേട്ടോ. ഇതാണ് ചെരുപ്പ്. നോക്കിയേ അമ്മ, ഇതിലും 13 തന്നെയാണ് സൈസ് കേട്ടോ. അമ്മ ഒന്ന് കാണിച്ചിട്ട് ഇത് നമുക്ക് മാറ്റി വെച്ചിട്ട് നമുക്ക് അടുത്ത ഒരു കാര്യത്തിലോട്ട് കടക്കാം. അടുത്ത കാര്യം എന്താണെന്ന് നിങ്ങൾ മനസ്സിലൊന്ന് ആലോചിച്ചോ. അപ്പം നിങ്ങൾക്ക് ഇന്നത്തെ വീഡിയോ ഒരുപാട് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഒരു മിനിറ്റ് ഞാൻ ഒരു കാര്യം പറയാമെന്നാൽ എല്ലാ വീഡിയോയിലും ഈ ഒരു സംഭവം കാണും. ഞാൻ പാട്ട് പാടട്ടെ. ഒന്നിക്കില സയോല കൊച്ചി കൊച്ചി കൊച്ചി